നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലപ്പുറം വളാഞ്ചേരിയിൽ 9 പേർ HIV പോസിറ്റീവ്. ഒരേ സിറിഞ്ചിലൂടെ ലഹരി ഉപയോഗിച്ചതിനാലാണ് രോഗവ്യാപനം ഉണ്ടായതെന്നാണ് സൂചന. രോഗം സ്ഥിരീകരിച്ച 9 പേരും സുഹൃത്തുക്കളാണ്. ആരോഗ്യവകുപ്പ് നടത്തിയ സർവേയിലാണ് ഒരാൾക്ക് HIV ബാധയുള്ളതായി കണ്ടെത്തിയത്. പിന്നീട് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് 9 പേർക്കും രോഗമുള്ളതായി സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവച്ചതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾക്കിടയിൽ രോഗം പകർന്നതെന്ന് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. 9 പേരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇവരിൽ പലരും വിവാഹിതരാണെന്നും കൂടുതൽ പേർക്ക് രോഗം പകർന്നോ എന്ന് കണ്ടെത്തുവാൻ പരിശോധന നടത്തിവരികയാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഇതിൽ ചില മാധ്യമങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ട്. മുഖ്യമന്ത്രി മാധ്യമ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങൾ വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 3ാം വട്ടം ഇടതുമുന്നണി അധികാരത്തിലെത്തുമെന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില മാധ്യമങ്ങൾ അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തെറ്റായ വിവരങ്ങൾ നൽകി സമൂഹത്തെ വഴിതെറ്റിക്കുന്നു. അത് നാടിന്റെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് വിഘാതമാകുന്നു. മാധ്യമരംഗം കോർപ്പറേറ്റുകളുടെ കൈപ്പിടിയിൽ. ചെങ്ങാത്ത മുതലാളിത്തം മാധ്യമരംഗത്തെ കീഴ്പ്പെടുത്തുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. രാജ്യം മുഴുവൻ സാന്നിധ്യം. ആളുകളുടെ ശ്രദ്ധ തിരിച്ചുള്ള മോഷണത്തിൽ വിദഗ്ധർ. കേന്ദ്രം മഹാരാഷ്ട്ര ചെന്നൈയിലെ മോഷണ പരമ്പരയോടെ കുപ്രസിദ്ധ മോഷണ സംഘമായ ഇറാനി ഗ്യാങ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. മാല പൊട്ടിച്ചെടുക്കലും ബൈക്ക് മോഷണവുമാണ് സംഘത്തിന്റെ പ്രധാന പരിപാടി. തുടർച്ചയായ മോഷണം നടത്തിയ ശേഷം മാസങ്ങളോളം സംഘാംഗങ്ങൾ അപ്രത്യക്ഷരാകും. അന്വേഷണം നിലയ്ക്കുമ്പോൾ വീണ്ടും മറ്റൊരു സ്ഥലത്ത് മോഷണ പരമ്പരയുമായി രംഗത്തെത്തും. മഹാരാഷ്ട്രയാണ് സ്വദേശമെങ്കിലും സംഘത്തിന് രാജ്യത്തെങ്ങും ശൃംഖലയുണ്ട്, പോലീസ് പറയുന്നു. മോഷണത്തിന് ശേഷം വസ്ത്രം മാറിയാണ് സംഘം രക്ഷപ്പെട്ടത്. എന്നാൽ ധരിച്ചിരുന്ന ഷൂസുകൾ മാറ്റാത്തത് പോലീസിനെ അന്വേഷണത്തിൽ സഹായിച്ചു. വിശദമായ അന്വേഷണത്തിലാണ് ഇറാനി സംഘമാണെന്ന് മനസ്സിലായത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അമേരിക്കൻ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് അസാധാരണ നടപടിയെന്ന് മന്ത്രി പി രാജീവ്. കൃത്യമായ വിശദീകരണം നൽകാതെയാണ് അനുമതി തടഞ്ഞത്. ആര് പങ്കെടുക്കണം എന്നത് സംഘാടകരാണ് തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയ സെക്രട്ടറിക്ക് അനുമതി നൽകുകയും കേരളത്തിൽ നിന്നുള്ള മന്ത്രിക്കും സെക്രട്ടറിമാർക്കും അനുമതി നിഷേധിക്കുകയും ചെയ്തൊരു അസാധാരണ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പോക്സോ കേസിലെ നടൻ കുട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്താൽ 25,000 രൂപയുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. അന്വേഷണവുമായി സഹകരിക്കണമെന്നും ചോദ്യം ചെയ്യുവാൻ വിളിച്ചാൽ ഹാജരാകണമെന്നും ജയചന്ദ്രന് കോടതി നിർദ്ദേശം നൽകി. ഉപാധികൾ ലംഘിച്ചാൽ മുൻകൂർ ജാമ്യം റദ്ദാക്കുമെന്നും ജസ്റ്റിസ് നാഗരത്ന അറിയിച്ചു. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വാഹനങ്ങൾക്കും 25% തീരുവ ഏർപ്പെടുത്തുവാനുള്ള വിപുലമായ പദ്ധതികൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചു. ഈ നടപടി സ്ഥിരമായിരിക്കുമെന്നും ട്രംപ് അറിയിച്ചു. താരിഫ് ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരും. ഏപ്രിൽ 3 മുതൽ പിരിവ് ആരംഭിക്കും. അമേരിക്കയിൽ നിർമ്മിക്കാത്ത എല്ലാ കാറുകൾക്കും 25% താരിഫ് ഏർപ്പെടുത്താനാണ് ഞങ്ങൾ പോകുന്നത്. ഇത് സ്ഥിരമായിരിക്കും, ട്രംപ് ഓവൽ ഓഫീസിൽ പറഞ്ഞു. സ്കൂൾ പ്രവേശന പ്രായം 2026-27 അക്കാദമിക വർഷം മുതൽ 6 വയസ്സാക്കി മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇപ്പോൾ 5 വയസ്സാണ് സ്കൂൾ പ്രവേശന പ്രായം. ശാസ്ത്രീയ പഠനങ്ങളും മറ്റും നിർദ്ദേശിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ സജ്ജമാകുന്നത് വയസ്സിന് ശേഷമാണ് എന്നാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി വികസിത രാജ്യങ്ങളെല്ലാം ഔപചാരിക വിദ്യാഭ്യാസ പ്രവേശന പ്രായം 6 വയസ്സോ അതിനു മുകളിലോ ആക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റാൻ സാധ്യത പ്രവചിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ സിനിമ എംപുരാൻ തിയേറ്ററുകളിലെത്തി മണിക്കൂറുകൾക്കകം ഓൺലൈനിൽ ചോർന്നതായി റിപ്പോർട്ട്. ചിത്രം ഇപ്പോൾ ഫിലിംസില, മൂവി റൂൾസ്, ടെലിഗ്രാം, തമിഴ് റോക്കേഴ്സ് എന്നിവയുൾപ്പെടെ നിരവധി വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്ന് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നു. സിനിമയുടെ 1080p മുതൽ 240p വരെ ഉൾപ്പെടുന്ന HD പതിപ്പുകൾ ലീക്കായിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായങ്ങൾ നേടി ആദ്യ ഷോ പൂർത്തിയാക്കിയിട്ടേയുള്ളൂ. അതിനിടയിൽ തന്നെ സിനിമ ലീക്കായത് വൻ തിരിച്ചടിയാണ്. വ്യാജ പതിപ്പുകൾ ലഭ്യമാകുന്ന സൈറ്റുകളിൽ സിനിമ പൊതുജനങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാകുന്നത് മൂലം ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ വൻ ഇടിവ് സംഭവിക്കും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.